ആചരാമജീവന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുമംഗലിയായ സ്ത്രീയുടെ അടയാളം മാത്രമായി സിന്ദൂരത്തെ കാണരുത്. തൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടിയും വിവാഹം കഴിഞ്ഞ യുവതിയാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുമാണ് സിന്ദൂരം തൊടുന്നത് എന്നാണ് പരക്കെയുള്ള ഒരു നിഗമനം. എന്നാൽ സിന്ദൂരം അണിയുന്നതിന് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. സിന്ദൂരം എങ്ങനെ അണിയണമെന്നും ഇതിനു പിന്നിലെ ശാസ്ത്രം എന്തെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചുവന്ന നിറം ശുഭ നിറമായി ഹിന്ദു വിശ്വാസപ്രകാരം കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഏതൊരു ശുഭകാര്യത്തിനും ചുവപ്പ് നിറം നാം ഉപയോഗിക്കുന്നു. ഈ ഒരു കാര്യത്തെ കുറച്ചുകൂടി വിശാലമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സിന്ദൂരമണിയൽ. ശ്രീരാമൻ്റെ ദീർഘായുസ്സിനു വേണ്ടിയാണ് സീതാദേവി നിത്യവും സിന്ദൂരം അണിഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ മഹാദേവൻ്റെ അടുത്തു നിന്നും ദുഷ്ടശക്തികൾ മാറി നിൽക്കാൻ വേണ്ടിയാണ് പാർവതീദേവി സിന്ദൂരം അണിയുന്നത്. മഹാഭാരതത്തിൽ തനിക്ക് വന്ന ദേഷ്യവും പകയും കാരണം തൻ്റെ സിന്ദൂരം അണിയുന്നത് ദ്രൗപദി നിർത്തുകയുണ്ടായിട്ടുണ്ട്. ലക്ഷ്മി ദേവി വസിക്കുന്നു. ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു സ്ഥലമാണ് നെറുക. അതിനാൽ വിവാഹിതരായ സ്ത്രീകൾ സിന്ദൂരമണിയുമ്പോൾ അവരുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. എന്നാൽ ഇന്ന് കടകളിൽ നിന്നും ലഭിക്കുന്ന സിന്ദൂരമല്ല പൂർവികർ അണിഞ്ഞിരുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന സിന്ദൂരം ഔഷധങ്ങളും മഞ്ഞളും ചുണ്ണാമ്പും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സിന്ദൂരം എങ്ങനെ അണിയണം? സിന്ദൂരം എങ്ങനെ ശരിയായ രീതിയിൽ അണിയണമെന്നത് പലർക്കും സംശയമുള്ള കാര്യം തന്നെയാണ്. ശരിയായി അണിയാനും ഒരു ശാസ്ത്രമുണ്ട്. ഇനി നമുക്ക് സിന്ദൂരം എങ്ങനെ അണിയണമെന്ന് മനസ്സിലാക്കാം. കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ സിന്ദൂരം അണിയാവൂ. സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്ന കൂട്ടത്തിൽ സിന്ദൂരം അണിയാം. അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ചും അണിയാവുന്നതാണ്. നെറുകെ. കുറച്ച് സ്ത്രീകൾ സിന്ദൂരം നെറുകെ അണിയാതെ കുറച്ചു മാറിയും ചെരിഞ്ഞും സിന്ദൂരം അണിയുന്നു. ഇത് തെറ്റായ ഒരു രീതിയാണ്. എപ്പോഴും നേരെ സിന്ദൂരരേഖയിൽ തന്നെ അണിയണം. അതിനും ഒരു ശാസ്ത്രീയപരമായ വ്യാഖ്യാനമുണ്ട്. മറ്റുള്ളവർക്ക് നൽകരുത്. ഒരു വീട്ടിൽ ഒന്നിലധികം സുമംഗലിമാർ ഉണ്ടാകുന്നു. അതിനാൽ സ്വാഭാവികമായും സിന്ദൂരം ഒന്നിലധികം പേർ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന സിന്ദൂരം വീട്ടിലെ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ദോഷകരമാണ്. അതിനാൽ അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ കലഹമുണ്ടാകുന്നു. പാർവതി ദേവിയെ പ്രാർത്ഥിക്കണം. എപ്പോഴെല്ലാം സിന്ദൂരം അണിയുന്നുവോ അപ്പോഴെല്ലാം പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു വേണം സിന്ദൂരം അണിയുവാൻ. കാരണം പാർവതി ദേവിയാണ് ദീർഘസുമംഗലിയായിരിക്കുവാൻ എളുപ്പത്തിൽ വരം തരുന്നത്. അടുത്തതായി ചെറുതും വലുതും. സിന്ദൂരം അണിയുമ്പോൾ തീരെ ചെറുതും എന്നാൽ വല്ലാതെ വലിയതുമായി അണിയാൻ പാടുള്ളതല്ല. സിന്ദൂരം അണിയുമ്പോൾ സിന്ദൂരരേഖ നിറയെ അണിയുവാൻ ശ്രമിക്കണം. കാരണം ഈ സിന്ദൂരരേഖ എന്ന് പറയുന്ന ഭാഗം അജനചക്രയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചക്രം സ്ത്രീകളിൽ കൂടുതൽ സജീവമാണ്. അതിനാലാണ് സിന്ദൂരം കൃത്യമായി അണിയണമെന്ന് പുരാണങ്ങളിൽ പറയുന്നത്. അടുത്തതായി ഇതിൻ്റെ ശാസ്ത്രീയ വശം നോക്കാം. അജനചക്ര എപ്പോഴെല്ലാം സുഖമായി പ്രവർത്തിക്കുന്നുവോ അപ്പോഴെല്ലാം പൈനിയൽ ഗ്ലാൻഡ് അഥവാ പൈനിയൽ ഗ്രന്ഥി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ ഗ്രന്ഥിയിൽ നിന്നുമാണ് ഹോർമോണുകൾ ഉത്ഭവിക്കുന്നത്. ഒരു സുമംഗലിയായ സ്ത്രീക്ക് ഇവയുടെ പ്രവർത്തനം ശരിയായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുവാനും ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ. അതിനാൽ സിന്ദൂരം ശരിയായി അണിയേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ അമിതമായ രക്തസ്രാവത്തിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും സിന്ദൂരം അണിയുന്നതിലൂടെ മുക്തി ലഭിക്കുന്നു.
ഇതും ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.